ചാപ്റ്റർ ആണുള്ളത്. ഒന്നാമത്തെ പാഠം സോളിഡ് സ്റ്റേറ്റ്, രണ്ടാമത്തത് സൊല്യൂഷൻ, മൂന്നാമത് ഇലക്ട്രോ കെമിസ്ട്രി, നാലാമത്തത് കെമിക്കൽ കൈനറ്റിക്സ്, അഞ്ചാമത് സർഫസ് കെമിസ്ട്രി. ഇങ്ങനെ 5 പാഠങ്ങളാണ് നമുക്ക് ഓണ പരീക്ഷയ്ക്ക് വേണ്ടത്. പിന്നീട് മെറ്റലർജി ഉണ്ട്, അതേ കണക്ക് തന്നെ പി ബ്ലോക്ക് ഉണ്ട്, അതേ കണക്ക് തന്നെ ഡി ബ്ലോക്ക് ഉണ്ട്, അങ്ങനെ കോർഡിനേഷൻ കെമിസ്ട്രി ഉണ്ട്. അങ്ങനെ 9 ചാപ്റ്ററുകളാണ് പ്രധാനമായും നമ്മുടെ ഫസ്റ്റ് പാർട്ടിലുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ 5 ചാപ്റ്ററുകളാണ് നമുക്ക് ഓണ പരീക്ഷയ്ക്ക് വേണ്ടത്. അപ്പം നമ്മളിവിടെ ഇന്ന് ക്ലാസ് ആരംഭിക്കുകയാണ്. ക്ലാസ് കൃത്യമായിട്ട് ഞാൻ പറയും, നോട്ട്സ് അല്ലാതെ നമുക്ക് PDF ആയിട്ട് തരാൻ സാധിക്കും. നിങ്ങൾ ആദ്യം ക്ലാസ് കൃത്യമായിട്ട് ആദ്യം കേൾക്കുക, അന്നേരം എഴുതിയെടുക്കുകയും വേണ്ട. ക്ലാസ് കൃത്യമായിട്ട് കേൾക്കുക, പിന്നീട് നോട്ട്സ് എഴുതുക. സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വീഡിയോ കാണുക, 1-2 തവണ ആവർത്തിച്ച് പറയാം. ക്ലാസ്സിൽ ഇരിക്കുന്ന അതേ ഒരു ഫീലിംഗിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് തുടങ്ങാം. 4ാമത്തെ പാഠം കെമിക്കൽ കൈനറ്റിക്സ് ആണ് തുടങ്ങാൻ പോകുന്നത്. സിമ്പിൾ പാഠമാണ്, ഒരു കൊച്ചു പാഠമാണ്. ആമുഖമായിട്ട് പറയുകയാണെങ്കിൽ +1 കുറച്ച് എളുപ്പമാണ് +2. +1 എളുപ്പമാണ് +2. ആ ചിന്താഗതി മനസ്സിൽ വേണം. കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് അങ്ങ് പഠിച്ചാൽ മതി. നമ്മുടെ ഷോർട്ടായിട്ട് പറയത്തുള്ളൂ. അത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യും, അതുകൊണ്ട് നമുക്ക് ഫുൾ ക്ലിയർ ആവും. നമുക്ക് തുടങ്ങാം. 4ാമത്തെ പാഠമായ കെമിക്കൽ കൈനറ്റിക്സ്. ആദ്യം പഠിക്കാം എന്താണ് കെമിക്കൽ കൈനറ്റിക്സ്. ചാപ്റ്ററിന്റെ പേര് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആശയം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കെമിക്കൽ കൈനറ്റിക്സ്. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ്. ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി. കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ് കെമിക്കൽ കൈനറ്റിക്സ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ പറ്റി പഠിക്കും. കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ പറ്റി പഠിക്കും. പിന്നീട് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ ഫാക്ടറുകളുണ്ട്. ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഫാക്ടറുകളുണ്ട്. ഈ ഫാക്ടറുകളെ പറ്റി നമ്മൾ എന്ത് പഠിക്കും? കെമിക്കൽ കൈനറ്റിക്സിൽ പഠിക്കും. ആദ്യം മുതൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി which deals with the study of rate of a chemical reaction and factors influencing on it. And factors influencing on it. മലയാളത്തിൽ പറയുകയാണെങ്കിൽ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത് കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ പറ്റിയാണ്. റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറുകളെ പറ്റി നമ്മൾ ഇവിടെ പഠിക്കും. Okay, it is a branch of chemistry which deals with the study of rate of a chemical reaction and factors influencing on it. Factors നെ പറ്റി നമുക്ക് വിശദമായിട്ട് പിന്നീട് പഠിക്കാം. ആദ്യം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു തവണത്തെ 1 മാർക്കിന്റെ ചോദ്യമാണ് വാട്ട് ഡു യു മീൻ ബൈ കെമിക്കൽ കൈനറ്റിക്സ്. ചാപ്റ്ററിന്റെ പേര് തന്നെ നമ്മുടെ മെയിൻ പരീക്ഷ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കെമിക്കൽ കൈനറ്റിക്സ് എന്താണെന്ന് പറയാം. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി. കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നതിനെ പറ്റിയാണ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ പറ്റിയും അവിടെ നടക്കുന്നതിനെ പറ്റിയും റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകളെ പറ്റിയിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് മനസ്സിലായി വരുന്നു. ഇതൊന്നും കൂടെ പറയാം. എപ്പോഴാണെന്ന് അറിയാമോ? റേറ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്കിത് റേറ്റ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് തന്നെ പോകാം. കെമിക്കൽ കൈനറ്റിക്സിൽ തന്നെ പോകാം. ആദ്യം പഠിക്കാൻ പോകുന്നത് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. നമ്മൾ പഠിക്കാൻ പോകുന്നത് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ആണ്. കൃത്യമായിട്ട് ആശയം മനസ്സിലാക്കണം. എന്താണ് റേറ്റ്? ഒരു കെമിക്കൽ റിയാക്ഷൻ ആകുമ്പം റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറും. ശരിയല്ലേ? റിയാക്ടന്റ് എന്തായിട്ട് മാറും? പ്രോഡക്റ്റ് ആയിട്ട് മാറും. ശരിയാണല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം റിയാക്ടന്റിന്റെ അളവ് കുറഞ്ഞു വരും, ഡിക്രീസ് ചെയ്യും. പ്രോഡക്റ്റിന്റെ അളവ് കൂടി വരും. ശരിയല്ലേ? റിയാക്ടന്റ് അളവ് കുറഞ്ഞു വരും, പ്രോഡക്റ്റ് അളവ് കൂടി വരും. ശരിയല്ലേ? ഇനി കുറഞ്ഞാലും കൂടിയാലും അത് ചേഞ്ച് അല്ലേ, മാറ്റമല്ലേ? ഇപ്പൊ 10 ഉള്ളത് 12 ആയാലും കൂടി, അത് ചേഞ്ചാ. 10 8 കുറഞ്ഞു, അത് എന്ത് തന്നെ ചേഞ്ചാ. അപ്പൊ കൂടിയാലും കുറഞ്ഞാലും എന്ത് തന്നെ ചേഞ്ച് അല്ലേ? ആണ്. അപ്പൊ റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ചേഞ്ചിങ്. കൃത്യമായിട്ട് മനസ്സിലാക്കണം. ചേഞ്ചിങ് കോൺസെൻട്രേഷൻ ഓഫ് any one of the reactants or products per unit time. ഏതെങ്കിലും ഒരു റിയാക്ടന്റിന്റെ ഉദാഹരണം പറയുന്നത്, ഇവിടെ ഒരു റിയാക്ടന്റ് ഒരു
പ്രോഡക്റ്റേ ഉള്ളൂ. വേറെ റിയാക്ഷൻ എഴുതാം. A plus B gives 2 plus C plus D. ഇവിടെ രണ്ട് റിയാക്ടന്റും ഉണ്ട്, രണ്ട് പ്രോഡക്റ്റും ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു റിയാക്ടന്റിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് റേറ്റ്. ഏതെങ്കിലും ഒരു റിയാക്ടന്റിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ അളവിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ വിളിക്കുന്ന പേര്, മാറ്റത്തെ വിളിക്കുന്ന പേരിനെയാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ വിളിക്കുന്നത്. ശരിയാണല്ലോ. ഇനി നമുക്ക് റേറ്റ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ എടുക്കാം. R tends to P. നമുക്കറിയാം റിയാക്ടന്റിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും, പ്രോഡക്റ്റിന്റെ അളവ് കൂടി കൂടി വരും. അപ്പൊ റിയാക്ട് കേസ് നമുക്ക് എന്ത് എഴുതാം? റേറ്റ് എഴുതാം. പ്രോഡക്റ്റ് കേസ് നമുക്ക് എന്ത് എഴുതാം? റേറ്റ് എഴുതാം. അപ്പൊ ശ്രദ്ധിക്കുക റേറ്റ് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റേറ്റ് സമം എഴുതാൻ കണ്ടോണേ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? റിയാക്ട് കേസിൽ എഴുതാം. എങ്ങനെ ഡെഫിനിഷൻ? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ അല്ലേ? അപ്പൊ ചേഞ്ചിനെ സൂചിപ്പിക്കുന്നതാണ് ഡെൽറ്റ. ഓക്കെ, കോൺസെൻട്രേഷൻ സൂചിപ്പിക്കുന്നതാണ് സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പൊ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ്, ആദ്യം നമുക്ക് ആരുടെ കേസ് എഴുതാം? റിയാക്ടന്റ് കേസ് എഴുതാം. അപ്പൊ എന്താ? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ബൈ ചേഞ്ച് ഇൻ ടൈം. റേറ്റ് എഴുതി കഴിഞ്ഞു. ആരുടെ കേസിലാ? റിയാക്ടന്റിന്റെ കേസിലെ. അപ്പൊ റേറ്റ് ഡെഫിനിഷൻ എന്തുവാ? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് പെർ യൂണിറ്റ് ടൈം അല്ലേ? റേറ്റ് നമ്മൾ റിയാക്ടൻസിൽ എഴുതി കഴിഞ്ഞു. ഒരു ശകലം കാര്യം കൂടെ പറയാനുണ്ട്, നമുക്ക് നിൽക്കട്ടെ. നമുക്ക് പ്രോഡക്റ്റ് കേസ് റേറ്റ് എഴുതാം. റേറ്റ് സമം പറ, ഡെഫിനിഷൻ പറ. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ അല്ലേ? ഡെൽറ്റ ഫോർ ചേഞ്ച്, സ്ക്വയർ ബ്രാക്കറ്റ് ഫോർ കോൺസെൻട്രേഷൻ. അപ്പൊ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ ചേഞ്ച് ഇൻ ടൈം. കണ്ടോ? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ബൈ ചേഞ്ച് ഇൻ ടൈം, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇത് രണ്ടും റേറ്റ് അല്ലേ? ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. റിയാക്ടന്റിന്റെ കേസിൽ റേറ്റ് എഴുതുമ്പോൾ, ആരുടെ കേസിലാണ്? റിയാക്ടന്റിന്റെ കേസിൽ റേറ്റ് എഴുതുമ്പോൾ എപ്പോഴും ഒരു നെഗറ്റീവ് സൈൻ ഇടണം. എന്താ കാര്യം? ഒന്ന് നോക്കാം. എന്താ കാര്യം നോക്കാം. റിയാക്ടന്റ് ആദ്യം 10 ഉണ്ടായിരുന്നു. റിയാക്ടന്റ് ആദ്യം 10 ഉണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ. കുറച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോ അത് 8 ആയിട്ട് മാറി. ഓക്കെ, നമുക്ക് ചേഞ്ച് എടുക്കാം. എങ്ങനെയാ? 8 മൈനസ് 10. ടൈം ഒന്നാം നിൽക്കട്ടെ, സമയം 1 സെക്കൻഡ് നിൽക്കട്ടെ. 1 എന്തുവാ? 8 മൈനസ് 10 മൈനസ് 2 അല്ലേ? അപ്പൊ റേറ്റ് അപ്പൊ മൈനസ് ആകത്തില്ലേ? റേറ്റ് ഒരിക്കലും നെഗറ്റീവ് ആകാൻ പാടില്ല. റേറ്റ് ഈസ് ആൾവൈസ് പോസിറ്റീവ്. റേറ്റ് ആൾവേസ് എന്തായിരിക്കും? എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ റിയാക്ടന്റിന്റെ കേസിൽ ചേഞ്ച് എടുക്കുമ്പം അവിടെ ഒരു മൈനസ് സൈൻ വരും. റേറ്റ് എപ്പോൾ മൈനസ് ആകും? റേറ്റ് ഒരിക്കലും മൈനസ് ആകാൻ പാടില്ല. അതുകൊണ്ട് റേറ്റ് എക്സ്പ്രസ് ചെയ്യുമ്പം, റേറ്റ് എഴുതുമ്പം റിയാക്ടന്റിന്റെ കേസിൽ എപ്പോഴും എന്തിടണം? ഒരു നെഗറ്റീവ് സൈൻ ഇടണം. ഓക്കെ ആണല്ലോ. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. റിയാക്ടന്റിന്റെ കേസിൽ റേറ്റ് എഴുതുമ്പം എന്തിടണം? ഒരു നെഗറ്റീവ് സൈൻ ഇടണം. ഓക്കെ ആണല്ലോ. ഇനി എന്തിനാ നെഗറ്റീവ് സൈൻ ഇടുന്നേ? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എപ്പോഴും കുറഞ്ഞു കുറഞ്ഞേ വരത്തുള്ളൂ, കൂടത്തില്ല. എപ്പോഴും കുറഞ്ഞു കുറഞ്ഞേ വരത്തുള്ളൂ. ശരിയാണല്ലോ. അങ്ങനെ കുറയും. 10 ഉണ്ടായിരുന്നു, 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 8 ആയിട്ട് മാറി. കുറഞ്ഞല്ലേ? ചേഞ്ച് എടുക്കുമ്പോഴോ 8 മൈനസ് 10. അപ്പൊ എന്ത് കിട്ടി? മൈനസ് 2 കിട്ടി. അവിടെ അപ്പൊ റേറ്റ് മൈനസ് ആകത്തില്ലേ? റേറ്റ് ഒരിക്കലും മൈനസ് ആകാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓൾറെഡി ഒരു നെഗറ്റീവ് സൈൻ ഇടണം. അപ്പൊ ഈ നെഗറ്റീവ് എന്തായിട്ട് മാറും? പോസിറ്റീവ് ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഒരു റേറ്റ് എഴുതാൻ പഠിച്ചു. നമുക്കിനി വേറെ എക്സാമ്പിളിലേക്ക് പോകാം. ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത് രണ്ടും റേറ്റ് അല്ലേ? ഇത് രണ്ടും റേറ്റ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചെയ്താൽ കുഴപ്പമില്ലല്ലോ. അപ്പൊ നമുക്ക് ഒന്ന് ചെയ്താം. റേറ്റ് സമം, ഇതും റേറ്റാ. റിയാക്ടന്റ് കേസിലും റേറ്റ്, പ്രോഡക്റ്റ് കേസിലും റേറ്റ്, രണ്ടും റേറ്റാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? റേറ്റ് സമം ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് R ബൈ ചേഞ്ച് ഇൻ ടൈം. റിയാക്ടന്റ് ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ. നമുക്ക് പ്രോഡക്റ്റ് കേസിൽ എഴുതാം. ഈസിക്കൽ ഇട്ട കാര്യം എന്താ? രണ്ടും റേറ്റ് ആണ്. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ ചേഞ്ച് ഇൻ ടൈം. ക്ലിയർ ആണോ? നമ്മൾ റേറ്റ് എഴുതി. ആദ്യം കുറച്ച് മനസ്സിലാക്കുക. കൂടുതൽ എക്സാമ്പിൾ ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. ശ്രദ്ധിക്കുക. നമുക്ക് വേറെ എക്സാമ്പിളിലേക്ക് പോകാം.
A plus B gives 2C. എയും ബിയും കൂടെ ചേർന്ന് 2C ഉണ്ടാകുന്നു. എയും ബി എന്താണ് റിയാക്ടന്റ്, സി എന്താണ് പ്രോഡക്റ്റ്. ഒരു റിയാക്ഷൻ ആകുമ്പോൾ റിയാക്ടന്റിന്റെ അളവ് കുറഞ്ഞു വരും, പ്രോഡക്റ്റ് അളവ് കൂടി വരും. ഓക്കെ ആണല്ലോ? റേറ്റ് എഴുതാം. ഇവിടെ എത്ര റേറ്റ് എഴുതാൻ സാധിക്കും? ഇവിടെ 2 റിയാക്ടന്റ് ഉണ്ട്, ഒരു പ്രോഡക്റ്റ് ഉണ്ട്. നമ്മൾ റേറ്റ് ഡെഫിനിഷൻ പറഞ്ഞില്ല. ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ എനി വൺ ഓഫ് ദ, ഏതെങ്കിലും ഒരു റിയാക്ടന്റിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന ചേഞ്ച് അല്ലേ. ഇവിടെ 2 റിയാക്ടന്റ് ഇല്ലേ, അപ്പൊ 2 പേരുടെയും റേറ്റ് എഴുതാം. ഒരു പ്രോഡക്റ്റിന്റെ ഉള്ളൂ, അപ്പൊ നമുക്ക് 1, 2, 3 റേറ്റ് എഴുതാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? നോക്കാം എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോളൂ. റേറ്റ് സമം, നമുക്ക് ആദ്യം എയുടെ കേസിൽ എഴുതാം. എങ്ങനെ എഴുതുന്നത്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ അല്ലേ, ചേഞ്ച് ഡെൽറ്റ ഫോർ ചേഞ്ച്. കോൺസെൻട്രേഷൻ എഴുതുന്നത് എങ്ങനെയാ? സ്ക്വയർ ബ്രാക്കറ്റ് അല്ലേ, അപ്പൊ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ആദ്യത്തെ റിയാക്ടന്റ് ഏതാ? എ അല്ലേ, അപ്പൊ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ബൈ ചേഞ്ച് ഇൻ ടൈം. എ എന്ന് പറഞ്ഞ റിയാക്ടന്റ് അല്ലേ, അപ്പൊ എന്തിടണം? ഒരു മൈനസ് സൈൻ ഇടണം, മറന്നു പോകരുത്. റിയാക്ടന്റിന്റെ കേസിൽ എന്തിടണം? ഒരു നെഗറ്റീവ് സൈൻ ഇടണം. ക്ലിയർ ആണല്ലോ? അടുത്ത ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ബിയുടെ കേസിൽ എഴുതാം. എങ്ങനെ എഴുതുന്നത്? ചേഞ്ചിങ് കോൺസെൻട്രേഷൻ ഓഫ് ബി ബൈ ചേഞ്ചിങ് ടൈം. ബി റിയാക്ടന്റ് അല്ലേ, അപ്പൊ എന്തിടണം? നെഗറ്റീവ് സൈൻ ഇടണം. ക്ലിയർ ആണല്ലോ? കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണേ. അപ്പൊ നമ്മള് എയും ബിയും റിയാക്ടന്റ് ആയതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ ഇട്ടത്. 2 റിയാക്ടന്റ് ഉണ്ട്, 2 പേരുടെയും റേറ്റ് എഴുതി. ഇനി നമുക്ക് പ്രോഡക്റ്റ് കേസിലേക്ക് പോകാം. അവിടെ ഒരു കുഴപ്പമുണ്ടല്ലോ, കൂടെഴുത്തുന്നുണ്ട്. നമ്മൾ ഇക്വിലിബ്രിയം പഠിച്ചപ്പം ഇക്വിലിബ്രിയം കോൺസെപ്റ്റ് എങ്ങനെയായിരുന്നു? കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പവർ ആക്കി എഴുതും, ശരിയല്ലേ? ഇവിടെ പവർ ആക്കിയല്ല എഴുതുന്നത്, ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവരെ ഡിവൈഡ് ചെയ്യണം. എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. കാണിച്ചു തരാം, പറഞ്ഞേട്ടെ. കൂടുതൽ 2 അല്ലേ, അവനെങ്ങനെ ഇവിടെ എന്തായിട്ട് മാറും? 1/2. ശരിയാണല്ലോ? ഇനി പറയാ ചേഞ്ച് കോൺസെൻട്രേഷൻ അല്ലേ, ഡെൽറ്റ ഫോർ ചേഞ്ച് കോൺസെൻട്രേഷൻ എന്താണ്? സി ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ റേറ്റ് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് ആവറേജ് റേറ്റ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് വീണ്ടും ആദ്യത്തിലേക്ക് പോകാം. ആദ്യം വീണ്ടും റേറ്റ് എന്നത് പറഞ്ഞുതരാം. റേറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് any one of the reactant or product per unit time. യൂണിറ്റ് ടൈമിൽ ഏതെങ്കിലും ഒരു റിയാക്ടന്റിന്റെയോ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെയോ കോൺസെൻട്രേഷൻ അളവിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ വിളിക്കുന്ന പേരാണെന്ത്? റേറ്റ്. ഒന്നുകൂടെ ആവർത്തിക്കാം. യൂണിറ്റ് ടൈമിൽ ഏതെങ്കിലും ഒരു റിയാക്ടന്റിന്റെയോ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെയോ കോൺസെൻട്രേഷൻ അളവിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ വിളിക്കുന്ന പേരാണെന്ത്? റേറ്റ്. റിയാക്ടന്റിന്റെ കേസില് റേറ്റ് എഴുതുമ്പോൾ നമ്മൾ എന്തിടണം? ഒരു നെഗറ്റീവ് സൈൻ ഇടണം. ശരിയാണ്? സംശയമില്ലല്ലോ? അപ്പൊ നമ്മൾ റേറ്റ് എന്നത് പഠിച്ചു. ഇനി നമുക്ക് വീണ്ടും കൈനറ്റിക്സിലേക്ക് പോകാം. എന്തോ കെമിക്കൽ കൈനറ്റിക്സ്? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി which deals with the study of rate of a chemical reaction. ഇപ്പോ നിങ്ങൾ റേറ്റ് പഠിച്ചേ, rate of a chemical reaction and factors influencing on it. ക്ലിയർ ആണല്ലോ? ഒന്നുകൂടെ ആവർത്തിക്കാം. എന്തുവാ റേറ്റ് എന്ന് വെച്ചാല് ഏതെങ്കിലും ഒരു റിയാക്ടന്റിന്റെയോ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെയോ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന ചേഞ്ച്. ഒരു കാര്യം മനസ്സിലാക്കണം, റിയാക്ടന്റിന്റെ കേസിൽ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുക? കുറഞ്ഞു വരികയാണ്. പ്രോഡക്റ്റ് എപ്പോഴും എന്തായാലും കൂടി വരികയാണ്. ശരിയല്ലേ? കുറഞ്ഞു വരിക ഡിസപ്പിയർ ചെയ്യുക, കൂടി വരിക അപ്പിയർ ചെയ്യുക. ചോദിക്കാം, റൈറ്റ് എ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്ടന്റ് എ. എയുടെ കോൺസെൻട്രേഷൻ കുറയുന്നതിന്റെ റേറ്റ് ഏതാണെന്ന്. ഒന്നുമില്ല, ഇതെങ്ങനെ എഴുതി വെച്ചാൽ മതി, ഇത് മാത്രം എഴുതി വെച്ചാൽ മതി. അടുത്ത ചോദ്യം ചോദിക്കാം, വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി. ഇതെങ്ങനെ എഴുതി വെച്ചാൽ മതി. അടുത്ത ചോദിക്കാം, വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് അല്ലെങ്കിൽ റൈറ്റ് ദ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് സി. ഇതെങ്ങനെ ചോദിച്ചാൽ മതി. ശരിയാണോ? അപ്പൊ നിങ്ങൾ റേറ്റ് എഴുതാൻ പഠിച്ചു. നമുക്ക് ഇനി കൂടുതൽ എക്സാമ്പിളിലേക്ക് പോകാം. കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ശ്രദ്ധിക്കുക. നോക്കിക്കോളൂ. N2 plus 3H2 gives 2NH3. എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഹേബർ പ്രോസസ് മാനുഫാക്ചർ അമോണിയ. നമുക്ക് ഇതിന്റെ റേറ്റ് ഇടാൻ പോവാം.
കണ്ടോണം എല്ലാവരും. റേറ്റ് നമുക്ക് എത്ര റേറ്റ് ഇടാൻ സാധിക്കും? ഇവിടെ രണ്ട് റിയാക്ടന്റും ഉണ്ട്, ഒരു പ്രോഡക്റ്റും ഉണ്ട്. അപ്പൊ 3 റേറ്റ് ഇടാൻ സാധിക്കും. ശ്രദ്ധിച്ചോണേ. ആദ്യം റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് പറയുമല്ലേ, ഡിസപ്പിയറൻസ് ഓഫ് N2, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് H2, റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് NH3. അപ്പൊ 3 റേറ്റ് ഇടാൻ സാധിക്കും കേട്ടോ. ഓക്കെ, നമുക്ക് പോകാം. ആദ്യത്തെ റേറ്റ് N2 ന്റെ കേസ് എഴുതാം. ശ്രദ്ധിച്ചോണേ. മൈനസ് ആദ്യം പറയാം, ചേഞ്ച് ഇൻ concentration of N2 by change in time. Change in delta for change, square bracket for concentration. അപ്പൊ change in concentration by change in time. ഇവിടെ എന്ത് വേണം? റിയാക്ടന്റ് അല്ലേ, അപ്പോൾ എന്ത് വേണം? ഒരു നെഗറ്റീവ് സൈൻ വേണം. ക്ലിയർ ആണോ? സമം change in concentration of H2 by change in time. ശരിയല്ലേ? പക്ഷെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ കൂടെ ഒരാളില്ലേ, അവൻ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 1/3 ആയി. അവൻ റിയാക്ടന്റ് അല്ലേ, അപ്പൊ എന്ത് വേണം? ഒരു മൈനസ് സൈൻ വേണം. ശരിയാണല്ലോ? കാര്യങ്ങളൊക്കെ ആണല്ലോ, സംശയമില്ലല്ലോ. അടുത്തത് 2NH3 അല്ലേ, അപ്പൊ അവന്റെ എഴുതാം എങ്ങനെ? കൂടെ ഒരാളുണ്ടല്ലോ, അപ്പൊ ഡിവൈഡ് ചെയ്യണം 1/2. ബാക്കി എങ്ങനെയാ? ചേഞ്ചിങ് കോൺസെൻട്രേഷൻ ഓഫ് NH3 by change in time. കണ്ടോ? അപ്പൊ നമ്മുടെ ഇക്വേഷന്റെ നമ്മൾ മുമ്പ് എയും ബിയും കിട്ട ചെയ്തതാ. ഇപ്പൊ ഈ കെമിക്കൽ ഇക്വേഷൻ റേറ്റ് എങ്ങനെ മനസ്സിലായല്ലോ? എങ്ങനെ? ഡെൽറ്റ ഫോർ ചേഞ്ച്, സ്ക്വയർ ബ്രാക്കറ്റ് ഫോർ കോൺസെൻട്രേഷൻ അല്ലേ. അപ്പൊ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് N2 by ചേഞ്ച് ഇൻ ടൈം. ഓക്കെ, അടുത്ത അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യണം. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യണം. അതേ കണക്ക് തന്നെ റിയാക്ടേഴ്സ് നമ്മൾ നെഗറ്റീവ് സൈൻ ഇടണം. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. NO plus O2 gives 2NO. വേറെ റിയാക്ഷൻ നമുക്ക് തറവായിട്ട് പഠിക്കാൻ വേണ്ടി, കൃത്യമായിട്ട് ഓർമ്മിക്കാൻ വേണ്ടിയാണ് കൂടുതൽ എക്സാമ്പിൾ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. 2NO plus O2 gives 2NO. ശ്രദ്ധിക്കാം. സമം കൂടൊരുത്തനുണ്ട്, അപ്പൊ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ബാക്കി എങ്ങനെ? ഡെൽറ്റ ഫോർ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഇത് സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പൊ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് NO by ചേഞ്ച് ഇൻ ടൈം. റിയാക്ടന്റ് അല്ലേ, നെഗറ്റീവ് സൈൻ. ഇതിന്റെ കേസ് പറഞ്ഞേ, കൂടാരില്ല, അപ്പൊ ഡിവൈഡ് ചെയ്യേണ്ട. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് O2 by ചേഞ്ച് ഇൻ ടൈം. റിയാക്ടന്റ് അല്ലേ, അപ്പൊ എന്തിടാം? നെഗറ്റീവ് സൈൻ. ഓക്കെ ആണല്ലോ? അടുത്ത പറഞ്ഞേ, കൂടൊരുത്തനില്ലേ, അപ്പൊ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 1/2 into ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് NO2 by ചേഞ്ച് ഇൻ ടൈം. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ കൃത്യമായിട്ട് റേറ്റ് എഴുതിയിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ നമ്മൾ എന്താണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പഠിച്ചു, റേറ്റ് എന്താണെന്ന് പഠിച്ചു, പിന്നീട് റേറ്റ് റെപ്രസെന്റ് ചെയ്യാൻ പഠിച്ചു. നമ്മൾ ക്ലാസ് അവസാനിക്കുമ്പോൾ എന്താണെന്ന് അതിന്റെ പേര് പറയാം, ആവർത്തിച്ച് കേൾക്കണം. നമുക്ക് സംശയം പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കാത്ത ടോപ്പിക്കാണ്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. എന്താണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ? റേറ്റ് ഓഫ് എ റിയാക്ഷൻ അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഈസ് കാൾഡ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഒരു പ്രത്യേക ഇൻസ്റ്റന്റിൽ നടക്കുന്ന, ഒരു പ്രത്യേക നിമിഷം നടക്കുന്ന റേറ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. Rate of a reaction at a particular instant is called instantaneous rate of a reaction. അവിടുത്തെ പ്രത്യേകത ചേഞ്ച് ഇൻ ടൈം, സമയ വ്യത്യാസം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ചേഞ്ച് ഇൻ ടൈം എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. ഡെൽറ്റ ടി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നമുക്ക് കൂടുതൽ എക്സാമ്പിളിലേക്ക് പോകാം. N2 plus 2H2 gives 2NH3. ഓക്കെ ആണല്ലോ? നമുക്ക് ഈ റിയാക്ഷന്റെ ആദ്യം എന്ത് എഴുതാം? ആവറേജ് റേറ്റ് എഴുതാം. നമ്മൾ മുമ്പ് പഠിച്ച റേറ്റ്, ആവറേജ് റേറ്റ്.
നോക്കാം എങ്ങനെയാണെന്ന്. അവരുടെ റേറ്റ് സമം നമുക്ക് എഴുതാം. പറ 3 റേറ്റ് എഴുതാമല്ലോ. റേറ്റ് സമം എഴുതാം. പറഞ്ഞേ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് N2 ബൈ ചേഞ്ച് ഇൻ ടൈം. ശരിയല്ലേ? റിയാക്ടന്റ് ആണ് നെഗറ്റീവ് സൈൻ. ഇതിന്റെ കേസിൽ എങ്ങനെയാ? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് H2 ബൈ ചേഞ്ച് ഇൻ ടൈം. ശരിയല്ലേ? സോറി, ഇവിടെ കൂടുതൽ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഡിവൈഡ് ചെയ്യണം. നമ്മൾ മറക്കുന്നു പോകരുത്. 1/2 ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് H2 ബൈ ചേഞ്ച് ഇൻ ടൈം. കൂടെ എഴുതുന്നുണ്ട്. റിയാക്ടന്റ് അപ്പൊ എന്തിനാ നെഗറ്റീവ് സൈൻ ഇടണം? അത് ഇതിന്റെ കേസ് പറയുന്നേ കൂടുതൽ ഉണ്ടല്ലോ. അപ്പൊ എന്തുവാ? 1/2 ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് NH3 ബൈ ചേഞ്ച് ഇൻ ടൈം. അവിടെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ വേണ്ട. ഓക്കെ. അടുത്ത കാര്യം, ഈ ആവറേജ് റേറ്റ് എപ്പോഴാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആകുന്നത് ശ്രദ്ധിക്കാം. ഇവിടുത്തെ ചേഞ്ചിങ് ടൈം ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ ടി എന്ന് പറയുന്നത് 0 ആകുമ്പോൾ എന്താകുമ്പോഴാണ്? 0 ആകുമ്പോൾ ചേഞ്ചിങ് ടൈം എന്ന് പറയുന്നത് 0 ആകുമ്പോൾ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ? പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആവറേജ് റേറ്റ് നമ്മൾ എഴുതി. അവിടുത്തെ ചേഞ്ചിങ് ടൈം ഡെൽറ്റ ടി എന്ന് പറയുന്നത് 0 ആകുമ്പം ആവറേജ് റേറ്റ് എന്തായിട്ട് മാറും? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആയിട്ട് മാറും. ശരിയാണല്ലോ? കൃത്യമായിട്ട് മനസ്സിലാക്കണം. ചേഞ്ചിങ് ടൈം ഇല്ല, സമയ വ്യത്യാസം ഇല്ല. ഒരു പ്രത്യേക ടൈമിൽ നടക്കുന്നതായിരിക്കും. 10 മണി 10 മണി നടക്കും, അല്ലാതെ 10 to 12 അങ്ങനെ എന്താണ് ടൈം ഇന്റർവൽ ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇത് ഡെഫിനിഷൻ ഒന്നും പറഞ്ഞു തരാം. ആദ്യം ഇതിന്റെ റെപ്രസെന്റേഷൻ പഠിക്കാം കേട്ടോ. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ശ്രദ്ധിച്ചോളെ. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ചെയ്യുന്ന കൺട്രോൾ എങ്ങനെയാണെന്ന് സമം എഴുതാം. റേറ്റ് സമം നമ്മൾ ഡെൽറ്റ ആരിൽ ഉപയോഗിക്കുന്നത് പകരം എന്താ? ഡി ബൈ ഡി ടി. ഷോർട്ട് ടൈം അല്ലേ? അപ്പൊ എന്താണ്? ഡി ബൈ ഡി ടി. കണ്ടോളെ, ഡി ബൈ ഡി ടി ഓഫ് ഡെൽറ്റയ്ക്ക് പകരം ഡി ബൈ ഡി ടി ആക്കി. ഓർമ്മിച്ചോളൂ മനസ്സിലെ. ഡി ബൈ ഡി ടി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് N2. കോൺസെൻട്രേഷൻ ഓഫ് N2 റിയാക്ടന്റ് അല്ലേ? മൈനസ് ഇടണം, മറക്കരുത്. അടുത്തത് പറയാം. കൂടൊരുത്തനുണ്ട്, ഡിവൈഡ് ചെയ്യണം. കൂടൊരുത്തനുണ്ട്, ഡിവൈഡ് ചെയ്യണം. ശരിയല്ലേ? ഇനി പറഞ്ഞ എങ്ങനെ? ഡി ബൈ ഡി ടി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H2. ശരിയല്ലേ? റിയാക്ടന്റ് ആണ്, എന്ത് വേണം? നെഗറ്റീവ് സൈൻ വേണം. അടുത്ത പറഞ്ഞേ കൂടൊരുത്തനുണ്ട്, ഡിവൈഡ് ചെയ്യണം. 1/2 d by dt of concentration of NH3. പ്രോഡക്റ്റ് ആയ നെഗറ്റീവ് സൈൻ വേണ്ട. അപ്പൊ നമ്മൾ എന്തൊക്കെ എഴുതി? ആവറേജ് റേറ്റ് എഴുതി, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതി. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് നമ്മൾ ഡെൽറ്റ മാറ്റി എന്താക്കണം? d by dt ആക്കണം എന്ന കാര്യം മനസ്സിലാക്കണം. കാര്യം എന്താ? അവിടെ ടൈം ഇന്റർവൽ ഇല്ല, ഷോർട്ട് ടൈം നടക്കുന്നതായിരിക്കും, അറ്റ് ഇൻസ്റ്റന്റ് നടക്കുന്നതായിരിക്കും. ശരിയാണല്ലോ? അപ്പോൾ ഇത്രയും ആവർത്തിക്കാം. നിങ്ങൾ എല്ലാവരുടെയും മനസ്സ് തുറക്കണം. ആദ്യം ഇൻസ്റ്റന്റേനിയസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. റേറ്റ് ഓഫ് എ റിയാക്ഷൻ അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്, ഒരു പ്രത്യേക നിമിഷം, ഒരു ഷോർട്ട് ടൈമിൽ നടക്കുന്ന റേറ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. അവിടുത്തെ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സമയം ചേഞ്ചിങ് ടൈം ഇല്ല, ടൈം എന്തായിരിക്കും? ഇവിടെ 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി ആവറേജ് റേറ്റ് എപ്പോഴാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആകുന്നത്? ചേഞ്ചിങ് ടൈം ഡെൽറ്റ ടി എന്താകുമ്പോൾ? 0 ആകുമ്പോൾ. എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഡി ബൈ ഡി ടി വെച്ച് റെപ്രസെന്റ് ചെയ്യും. റിയാക്ടന്റ് ആണെങ്കിൽ നെഗറ്റീവ് സൈൻ ഇടണം. അതേ കണക്കിന് കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പഴയ കണക്കിന് എന്തിടണം? ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. എന്താണ് കൈനറ്റിക്സ്, എന്താണ് റേറ്റ് ഓഫ് റിയാക്ഷൻ, എന്താണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഇതിന്റെ ഫസ്റ്റ് ടോപ്പിക് നമുക്കിവിടെ കഴിഞ്ഞിരിക്കുന്നു. നമുക്കിത് ഒന്നും കൂടെ റിവിഷൻ ചെയ്ത് വ്യക്തമായിട്ട് കാര്യം പഠിക്കാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഇതിന്റെ ആശയം കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് വേണം നിങ്ങൾ പോകാൻ. പഠിച്ചത് മനസ്സിലാക്കിയത് പറയാം. കേട്ടുള്ള ചുമ്മാ കണ്ടിട്ട് പോകാൻ ശ്രദ്ധിച്ചോളെ. ഈ ഒരു കൊറോണ ആയതുകൊണ്ട് നമുക്ക് ലൈവ് ഓഫ്ലൈൻ ക്ലാസ് നടത്താൻ പറ്റത്തില്ലെങ്കിൽ എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഒരു മാർഗമേ ഉള്ളൂ. ഇതുമായിട്ട് കുറച്ച് നാളെങ്കിലും പൊരുത്തപ്പെട്ട് പോയേ പറ്റത്തുള്ളൂ. എല്ലാ സ്ഥാപനങ്ങളിലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഓൺലൈനിൽ ക്ലാസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു സാഹചര്യമായിട്ട് പൂർണ്ണമായിട്ട് ഇണങ്ങിക്കൊണ്ട് കൃത്യമായിട്ട് പഠിക്കണം.
അത് അന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ അന്നന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഫീലിംഗിൽ കൂട്ടി പഠിക്കാൻ വേണ്ടിയിരുന്നു. അതായത് TV ഓണാക്കി ഇരുന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ക്ലാസ് കൃത്യമായിട്ട് കേൾക്കുക, ഒരുപാട് ഒച്ച നിൽക്കുമ്പോൾ ഇരിക്കാതെ മനസ്സിലാവാതെ കേൾക്കുക, ഹെഡ്ഫോൺ വെച്ച് കേൾക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് മനസ്സിലായിട്ട് നോട്ട് എടുക്കുക, എന്നിട്ട് ആവർത്തിച്ച് പഠിക്കുക കേട്ടോ. സംശയങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്കൊരു ക്ലാസ് സംശയം ഡിസ്കഷന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് ബാക്കി ഇതൊന്ന് റിവിഷൻ ചെയ്യാം. നമ്മുടെ പാഠത്തിന്റെ പേര് കെമിക്കൽ കൈനറ്റിക്സ് എന്നാണ്. എന്താണ് കെമിക്കൽ കൈനറ്റിക്സ്? ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഒരു റിയാക്ഷന്റെ റേറ്റിനെ പറ്റിയിട്ടാണ്. റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറികളെ പറ്റിയിട്ടാണ് നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ് പഠിക്കുന്നത്. പാഠത്തിന്റെ പേര് ചേർന്ന് പഠിച്ചിരിക്കണം, കെമിക്കൽ കൈനറ്റിക്സ്. It is a branch of chemistry which deals with study of rate of a chemical reaction and factors influencing on it. Okay. ഇനി പഠിക്കാൻ പോകുന്നത് റേറ്റ് ഓഫ് റിയാക്ഷൻ. റേറ്റ് ഓഫ് റിയാക്ഷൻ പറ്റി പഠിക്കാം. എന്തുവാ റേറ്റ് ഓഫ് റിയാക്ഷൻ വെച്ചാല് ശ്രദ്ധിക്കണം. ഇറ്റ് ഇസ് എ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് പെർ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈമിൽ ഏതെങ്കിലും ഒരു റിയാക്ടന്റിന്റെയോ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെയോ കോൺസെൻട്രേഷൻ അളവിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ വിളിക്കുന്ന പേരാണെന്ത്? റേറ്റ്. ഒന്നുകൂടെ പറയാം. Rate is a change in concentration of any one of the reactant or product per unit time. ഏതെങ്കിലും ഒരു റിയാക്ടന്റിന്റെയോ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെയോ അളവിൽ ഉണ്ടാക്കുന്ന ചേഞ്ചിനെ വിളിക്കുന്ന പേരാണെന്ത്? റേറ്റ്. രണ്ട് വിധത്തിലുണ്ട്, ആവറേജ് റേറ്റും ഉണ്ട്, ഇൻസ്റ്റന്റേനിയസ് റേറ്റും ഉണ്ട്. ഒരു പ്രത്യേക നിമിഷം നടക്കുന്ന റേറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഒരു പ്രത്യേക നിമിഷം, ഷോർട്ട് ടൈം നടക്കുന്ന റേറ്റ് വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. Rate of reaction at a particular instant is called instantaneous rate. ഇനി നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്ന അറിയാലോ. റിയാക്ടന്റിന്റെ കേസ് റേറ്റ് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് സൈൻ ഇടണം. കൂടെ ആരെങ്കിലും ഉണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ശരിയാണ്. ആവറേജ് റേറ്റ് നമ്മൾ ഡെൽറ്റ വെച്ച് സൂചിപ്പിക്കാം. ഇൻസ്റ്റന്റേനിയസ് ആകുമ്പോൾ നമ്മൾ d/dt, ഷോർട്ട് ടൈം അല്ലേ, d/dt ഉപയോഗിച്ചാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതൊന്നുകൂടെ ആവർത്തിക്കണമെങ്കിൽ നമുക്ക് അതും ചെയ്യാം. പൂർണ്ണമായിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, കട്ട്.